നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, ഇപ്പൊ എനിക്ക് നാളെ എന്ന് പറയും. അയ്യോ, ഒരു കാരണവശാലും വരാതിരിക്കരുത്. പ്രത്യേകിച്ച് നന്ദിനിയെ ഞാൻ ഇത്രയും വലിയൊരു സ്ഥാനത്ത് നിർത്തുമ്പോ അത് കാണാൻ അമ്മ ഉണ്ടാവണം. അതെന്റെ ഒരു ആഗ്രഹം. ശരി, നീ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് എങ്ങനെയാ ഒഴിഞ്ഞു മാറുന്നത്? ആക്ച്വലി എനിക്ക് 1-2 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനിത് മാറ്റി വെക്കാം. നാളെ രാവിലെ 10 മണിക്കാണേ. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാകും. അല്ല, അത് മാത്രമല്ല, എനിക്ക് കേൾക്കണം നിന്റെ മരുമകളുടെ വെൽക്കം സ്പീച്ച്. അപ്പൊ നാളെ കാണാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. നന്ദിനിയുടെ കഴിവുകളെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തു തന്ന ആളല്ലേ. അവളെ നാണം കെടുമ്പോ കാഴ്ചക്കാരിയായിട്ട് അവരും ഉണ്ടാവണം. നാളെ ആവട്ടെ. മമ്മി, എന്താ ആക്ച്വലി മമ്മിയുടെ പരിപാടി? അല്ല, നന്ദിനിയുടെ വെൽക്കം സ്പീച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആന്റി, സൂര്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെല്ലുവിളി ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആന്റി പറയുന്ന എന്തും അവൻ അനുസരിക്കും. അപ്പോ ആന്റി ഒന്ന് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാ. വെൽക്കം സ്പീച്ചിൽ അവൾ പരാജയപ്പെട്ടാൽ ആദ്യം കമ്പനിയിൽ നിന്നും അവള് പുറത്ത്. പിന്നെ തിരിച്ചെത്തിയാലും അവളെ പുറത്താക്കാനുള്ള കൽപ്പന അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. അതുപോരെ? പത്മ, ഇറങ്ങാം നമുക്ക്. ഡാഡി, നന്ദിനി കൂട്ടുന്നില്ലേ? അവള് വേണമെങ്കിൽ നമ്മുടെ കൂടെ വന്നോട്ടെ. എന്നേക്കുമായിട്ട് ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് നമ്മുടെ കൂടെ നടന്നു എന്നൊരു അഭിമാനം കൂടി അവൾക്ക് കിട്ടിക്കോട്ടെ. എന്റെ അങ്കിളെ, കാര്യം ആന്റിയും അളിയനും തമ്മിൽ ഒരു ചലഞ്ചുണ്ട്. അത് പക്ഷേ നമുക്കിടയില്ല. നന്ദിനി സ്റ്റേജിൽ കയറി നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാ കമ്പനിക്കാണ് അതിന്റെ നാണക്കേട്. വിജയ് പറഞ്ഞത് മനസ്സിലായല്ലോ. കൂടുതൽ നാണം കെടാൻ നിൽക്കാതെ വേണമെങ്കിൽ അവളോട് പിന്തിരിഞ്ഞോളാൻ പറയും. മത്സരം നിങ്ങൾ അമ്മയും മകനും തമ്മിലല്ലേ. മുമ്പൊന്നും അതിനകത്ത് ഇടപെടാൻ പത്മ എന്നെ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇന്നത്തെ കമ്പനി വാർഷികത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നന്ദിനി നാണം കെട്ടി നിൽക്കുമെന്നത്. ചിലപ്പോ അത് വേറൊരു തോന്നൽ മാത്രം ആയേക്കാം. കാരണം ഒരു കാര്യം നേടിയെടുക്കണമെന്ന് തീരുമാനിച്ച അവളെ തടയാൻ ആർക്കും പറ്റില്ല. അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ നന്ദിനിക്കുണ്ട്. അയ്യോ, വാഴ്ത്തിപ്പാട്ടിന് നിങ്ങളുടെ ഡാഡിയോളം കേമനായിട്ട് വേറെ ആരെങ്കിലും കിട്ടുമോ? കിട്ടൂല. അതും പ്രത്യേകിച്ച് ആ വേലക്കാരിയെ വാഴ്ത്താൻ വാക്കുകൾക്ക് ഒരു പഞ്ചവും ഇല്ല. എന്തൊരു ഫ്ലോയാണ്. Show me.
കുറിച്ചു വച്ചോ, ഇന്ന് പത്മയുടെ ദിവസമാണ്. പത്മ ജയിക്കുന്ന ദിവസം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പത്മ ആലോചിക്കും അവളെ എന്താ ചെയ്യേണ്ടതെന്ന്.